ലൂക്ക 20-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട്? ഉത്തരം 47. യേശു ദേവാലയത്തിൽ പഠിപ്പിക്കുകയും സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആരാണ് അടുത്തു വന്നത്? ഉത്തരം പുരോഹിത പ്രമുഖർ, നിയമജ്ഞർ, ജനപ്രമാണികൾ. പുരോഹിത പ്രമുഖരും നിയമജ്ഞരും ജനപ്രമാണികളോടുകൂടെ യേശുവിൻ്റെ അടുത്ത് വന്ന് എന്താണ് ചോദിച്ചത്? ഉത്തരം, എന്ത് അധികാരത്താലാണ് നീ ഇത് ചെയ്യുന്നത്? അഥവാ നിനക്ക് ഈ അധികാരം നൽകിയത് ആരാണ് എന്ന് ഞങ്ങളോട് പറയുക. എന്തധികാരത്താലാണ് നീ ഇത് ചെയ്യുന്നത്? അഥവാ നിനക്ക് ഈ അധികാരം നൽകിയത് ആരാണ് എന്ന് യേശുവിനോട് ചോദിച്ചത് ആരെല്ലാം? ഉത്തരം, പുരോഹിത പ്രമുഖരും നിയമജ്ഞരും ജനപ്രമാണികളോട് കൂടെ യേശുവിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു. ഞാനും നിങ്ങളോട് ഒന്ന് ചോദിക്കട്ടെ, ഉത്തരം പറയുവിൻ. ആര് ആരോട് പറഞ്ഞു? ഉത്തരം, യേശു പുരോഹിതരോടും നിയമജ്ഞരോടും ജനപ്രമാണികളോടും. യോഹന്നാൻ്റെ ജ്ഞാനസ്നാനം സ്വർഗത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ അവൻ എന്ത് ചോദിക്കും എന്നാണ് 20-ാം അധ്യായം 5-ാം വാക്യത്തിൽ അവർ പരസ്പരം ആലോചിക്കുന്നത്. ഉത്തരം, എന്തുകൊണ്ട് നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല? എന്തു പറഞ്ഞാൽ ജനങ്ങളെല്ലാം നമ്മെ കല്ലെറിയും എന്നാണ് നിയമജ്ഞരും പുരോഹിത പ്രമുഖരും ആലോചിക്കുന്നത്. ഉത്തരം, യോഹന്നാൻ്റെ ജ്ഞാനസ്നാനം മനുഷ്യനിൽ നിന്ന് എന്ന് പറഞ്ഞാൽ. യോഹന്നാൻ ആരായിരുന്നു എന്നാണ് ജനങ്ങൾ വിശ്വസിച്ചിരുന്നത്? ഉത്തരം, പ്രവാചകൻ. യോഹന്നാൻ്റെ ജ്ഞാനസ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ എന്ന ഈശോയുടെ ചോദ്യത്തിന് ജനപ്രമാണികളുടെ മറുപടി എന്തായിരുന്നു? ഉത്തരം, എവിടെ നിന്ന് എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഈശോ ആരോടാണ് മുന്തിരിത്തോട്ടവും കൃഷിക്കാരും എന്ന ഉപമ പറയുന്നത്? ഉത്തരം, ജനങ്ങളോട്. ഒരു മനുഷ്യൻ മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു. അത് ആരെ ഏൽപ്പിച്ചിട്ടാണ് ദീർഘനാളത്തേക്ക് അവിടെ നിന്ന് പോയത്? ഉത്തരം, കൃഷിക്കാരെ. ഉടമസ്ഥൻ ഭൃത്യനെ കൃഷിക്കാരുടെ അടുക്കിലേക്ക് പറഞ്ഞയച്ചത് എന്തിന് എന്നാണ് 20-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നത്? ഉത്തരം, മുന്തിരി പഴങ്ങളിൽ നിന്ന് ഓഹരി ലഭിക്കുന്നതിന്. അവനെയും അവർ അടിക്കുകയും അപമാനിക്കുകയും വെറും കൈയോടെ തിരിച്ചയക്കുകയും ചെയ്തു. ആരെ? ഉത്തരം, രണ്ടാമത്തെ ഭൃത്യനെ. ഉടമസ്ഥൻ മൂന്നാമത് അയച്ച ഭൃത്യനോട് കൃഷിക്കാർ എങ്ങനെയാണ് പ്രവർത്തിച്ചത്? ഉത്തരം, പരിക്കേൽപ്പിക്കുകയും പുറത്തേക്ക് എറിയുകയും ചെയ്തു. ഇവനാണ് അവകാശി, ഇവനെ നമുക്ക് കൊന്നുകളയാം, അപ്പോൾ അവകാശം നമ്മുടേതാകും. ആര് ആരോട് പറഞ്ഞു? ഉത്തരം, കൃഷിക്കാർ പരസ്പരം. തോട്ടത്തിൻ്റെ ഉടമ പ്രിയപുത്രനെ അയച്ചപ്പോൾ കൃഷിക്കാർ അവനോട് എന്തു ചെയ്തു? ഉത്തരം, കൊന്നുകളഞ്ഞു. ഉടമസ്ഥൻ വന്ന ആ കൃഷിക്കാരെ നശിപ്പിക്കുകയും മുന്തിരിത്തോട്ടം മറ്റാളുകളെ ഏൽപ്പിക്കുകയും ചെയ്യും. അവർ ഇത് കേട്ടപ്പോൾ ജനങ്ങൾ എന്താണ് പറഞ്ഞത്? ഉത്തരം, ഇത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. ഈശോയുടെ വാക്കിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചെടുക്കാൻ അവസരം നോക്കുന്നതിന് ആരെയാണ് നിയമജ്ഞരും പുരോഹിതരും അയച്ചത്? ഉത്തരം, നീതിമാന്മാരെന്ന് ഭാവിക്കുന്ന ചാരന്മാരെ.
ഈശോയെ ആർക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നതിനാണ് നിയമജ്ഞർ അവസരം പാർത്തിരുന്നത്? ഉത്തരം: ദേശാധിപതിയുടെ അധികാരത്തിനും വിധിക്കും. ഞങ്ങൾ സീസറിന് നികുതി കൊടുക്കുന്നത് എന്ത് അല്ലയോ എന്നാണ് ചാരന്മാർ ഈശോയോട് ചോദിക്കുന്നത്. ഉത്തരം: നിയമാനുസൃതമാണ് എന്ന്. നിങ്ങൾ ഒരു ധനാറ എന്നെ കാണിക്കുവിൻ. ആരുടെ രൂപവും ലിഖിതവുമാണ് ഇതിലുള്ളത് എന്ന ഈശോയുടെ ചോദ്യത്തിന് മറുപടി എന്തായിരുന്നു? ഉത്തരം: സീസറിൻ്റേത്. എങ്കിൽ സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുവിൻ, ഈശോ ആരോട് പറഞ്ഞു? ഉത്തരം: നിയമജ്ഞർ അയച്ച ചാരന്മാരോട്. ആരുടെ സാന്നിധ്യത്തിലാണ് ഈശോയെ അവർക്ക് കൊടുക്കാൻ കഴിയാഞ്ഞത്? ഉത്തരം: ജനങ്ങളുടെ. സദുക്കായർ എന്ത് നിഷേധിക്കുന്നു എന്നാണ് വിശുദ്ധ ലൂക്ക 20-ാം അധ്യായം 27 പറയുന്നത്? ഉത്തരം: പുനരുത്ഥാനം. സദുക്കായരിൽ ചിലർ ഈശോയെ സമീപിച്ച് ചോദിക്കുന്നതിൽ എങ്ങനെയാണ് അഭിസംബോധന ചെയ്യുന്നത്? ഉത്തരം: ഗുരു. ഒരാളുടെ വിവാഹിതനായ സഹോദരന് സന്താനമില്ലാതെ മരിച്ചാൽ അവന് ആ സഹോദരൻ്റെ വിധവയെ സ്വീകരിച്ച് അവന് വേണ്ടി സന്താനത്തെ ഉൽപ്പാദിപ്പിക്കണമെന്ന് ആരാണ് കൽപ്പിച്ചിട്ടുള്ളത്? ഉത്തരം: മോശ. ഒരിടത്ത് എത്ര സഹോദരന്മാർ ഉണ്ടായിരുന്നു എന്നാണ് വിശുദ്ധ ലൂക്ക 20-ാം അധ്യായം 29 പറയുന്നത്? ഉത്തരം: 7. ഈ യുഗത്തിൻ്റെ സന്താനങ്ങൾ വിവാഹം ചെയ്യുകയും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു. എന്നാൽ വരാനിരിക്കുന്ന യുഗത്തെ പ്രാപിക്കുന്നതിനും മരിച്ചവരിൽ നിന്നും ഉയർത്തുന്നതിനും യോഗ്യരായവർ വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഇല്ല. ആര് ആരോട് പറഞ്ഞു? ഉത്തരം: യേശു സദുക്കായരോട്. ദൈവദൂതന്മാർക്ക് തുല്യരും ദൈവമക്കളും ആണ്. ആകയാൽ അവർക്ക് ഇനി മരിക്കാൻ സാധിക്കുകയില്ല. ആരെപ്പറ്റിയാണ് ഇത് യേശു വിശുദ്ധ ലൂക്ക 20-ാം അധ്യായം 36 പറയുന്നത്? ഉത്തരം: പുനരുത്ഥാനത്തിൻ്റെ മക്കൾ. ആരാണ് മുൾപ്പടപ്പിങ്കൽ വെച്ച് കർത്താവിനെ അബ്രഹാത്തിൻ്റെ ദൈവമെന്നും ഇസഹാക്കിൻ്റെ ദൈവമെന്നും യാക്കോബിൻ്റെ ദൈവമെന്നും വിളിച്ചുകൊണ്ട് മരിച്ചവർ ഉയർക്കും എന്ന് കാണിച്ചത്? ഉത്തരം: മോശ. അവിടുന്ന് മരിച്ചവരുടെ അല്ല, ജീവിക്കുന്നവരുടെ ദൈവമാണ്. അവിടുത്തേക്ക് എല്ലാവരും ജീവിക്കുന്നവർ തന്നെ. അധ്യായവും വാക്യവും എത്ര? ഉത്തരം: ലൂക്ക 20:38. ഗുരു, നീ ശരിയായി സംസാരിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം: നിയമജ്ഞരിൽ ചിലർ. ഈശോ നിയമജ്ഞരിൽ ചിലരോട് എന്ത് ചോദിച്ചു എന്നാണ് വിശുദ്ധ ലൂക്ക 20-ാം അധ്യായം 41 പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: ക്രിസ്തു ദാവീദിൻ്റെ പുത്രനാണ് എന്ന് പറയാൻ എങ്ങനെ കഴിയും? കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു, ഞാൻ നിൻ്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുക. ദാവീദ് ഏത് പുസ്തകത്തിൽ പറയുന്നു? ഉത്തരം: സങ്കീർത്തനം. ദാവീദ് അവനെ കർത്താവ് എന്ന് വിളിക്കുന്നു. പിന്നെ എങ്ങനെയാണ് അവൻ ദാവീദിൻ്റെ പുത്രൻ ആകുന്നത്? അധ്യായവും വാക്യവും എത്ര? 20-ാം അധ്യായം 44-ാം വാക്യം. അവനെ കർത്താവ് എന്ന് വിളിക്കുന്നു ആര്? ഉത്തരം: ദാവീദ്. ആരെ സൂക്ഷിച്ചുകൊള്ളാനാണ് സകല മനുഷ്യരും കേൾക്കെ ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞത്? ഉത്തരം: നിയമജ്ഞരെ. നീണ്ട മേലങ്കികൾ ധരിച്ചു നടക്കാനും പൊതുസ്ഥലങ്ങളിൽ അഭിവാദനങ്ങളും സിനഗോഗുകളിൽ പ്രമുഖ സ്ഥാനങ്ങളും വിരുന്നുകളിൽ അഗ്രാസനങ്ങളും ലഭിക്കാനും ആഗ്രഹിക്കുന്നത് ആര്? ഉത്തരം: നിയമജ്ഞർ.
നിയമങ്ങൾ ആരുടെ ഭവനങ്ങൾ വിഴുങ്ങുകയും ദീർഘമായി പ്രാർത്ഥിക്കുന്നതായി നടിക്കുകയും ചെയ്യുന്നു എന്നാണ് 20-ാം അധ്യായം 47 വ്യക്തമാക്കുന്നത്. ഉത്തരം വിധവകളുടെ. ആരാണ് വിധവകളുടെ ഭവനങ്ങൾ വിഴുങ്ങുകയും ദീർഘമായി പ്രാർത്ഥിക്കുന്നതായി നടിക്കുകയും ചെയ്യുന്നത്? ഉത്തരം നിയമജ്ഞർ.